രണ്ട് ഗൺമാൻമാർ ചാടിയിറങ്ങുക, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുക, തലപൊട്ടി ചോര ചീന്തിയിട്ടും അടി നിർത്താതെ തുടരുക. അത് കണ്ട് ഒരു മുഖ്യമന്ത്രി കൂസലുമില്ലാതെ കാറിലിരിക്കുക. പിന്നീട് അന്വേഷണ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കീറിക്കളയുക. അതുവഴി മുഖ്യമന്ത്രിയുടെ അരുമയായി മാറുക. ഇത്രയും സീനുകളാണ് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തന കാലത്ത് നടന്നത്. ഇന്നിപ്പോൾ കാലം മാറി, കഥ മാറി. വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. റോഡരികിൽ പാർട്ടിക്ക് വേണ്ടി തലപൊട്ടി ചോരയൊലിച്ച് നിന്നവൻ കേരളത്തിൻ്റെ MLA ആയിരിക്കുന്നു. കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഒരു പുനരന്വേഷണത്തിന് സർക്കാർ 1ാം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുന്നു. അന്വേഷണ സംഘത്തിൻ്റെ തലവനായി ഷൗക്കത്ത് അലി എന്ന സത്യസന്ധനും ധീരനുമായ IPS ഓഫീസറെ വയ്ക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ ഒരു ഉന്നതൻ പണ്ട് നടന്ന അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം DYSPയുടെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളയുന്നു. ഗൺമാൻമാരായ അനിൽകുമാറിനെയും സന്ദീപിനെയും രക്ഷപ്പെടുത്താനുള്ള പുതിയ റിപ്പോർട്ടുമായി വരാൻ DYSPയോട് ആവശ്യപ്പെടുന്നു. കോടതി നൽകിയ നിർദ്ദേശങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്നു. ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിവില്ല. ADGP MR അജിത് കുമാർ പേടിച്ചോടുകയാണ്. ഗതി കിട്ടാതലയുന്ന പോലീസിലെ ആത്മാവായി ഒരു ഉന്നതൻ മാറുന്ന ദയനീയ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. AD തോമസ് MLA ഇപ്പോൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അജിത് കുമാറിനെ മാറ്റി നിർത്തിയല്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം അദ്ദേഹം ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സാക്ഷികളെപ്പോലും സ്വാധീനിക്കാൻ സാഹചര്യം ഒരുങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം തന്നെ മാറ്റി നിർത്താനുള്ള നടപടികൾ ആരംഭിക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കാണാൻ നിൽക്കുകയാണ് തോമസ് MLA. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ DGP പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കേരളത്തിൻ്റെ ഉന്നത പോലീസ് ഓഫീസറായി മാറേണ്ട അജിത് കുമാർ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ആരെങ്കിലുമായി വ്യക്തിബന്ധമുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും മുന്നോട്ട് വരാൻ സാധ്യതയില്ല. കോടതിയിൽ നടക്കുന്ന കേസിൽ ഇപ്പോൾ കക്ഷി ചേരാൻ നിരവധി ആളുകളാണ് തയ്യാറായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് T ആസഫ് അലിയെ നിയമിച്ചിരിക്കുകയാണ്. 3 പേരെ കൂടി പ്രതികളാക്കാൻ ഉണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഇപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അഡ്വക്കേറ്റ് ആസഫ് അലി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അജിത് കുമാറിൻ്റെ പിടി മുറുകുക തന്നെ ചെയ്യും. ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പല ഘട്ടങ്ങളിലും അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടുകൾ ഒന്നുകിൽ പൂഴ്ത്തിവെക്കപ്പെടുക, അതല്ലെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ മറ്റൊരു അന്വേഷണം ഏർപ്പാട് ചെയ്യുക, അതുമല്ലെങ്കിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ഇതായിരുന്നു കേരളത്തിൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ തന്നെയാണ് അജിത് കുമാറും വിശ്വസിച്ചിരുന്നത്. പക്ഷേ തലങ്ങും വിലങ്ങും അദ്ദേഹത്തിനെതിരെ പിടിമുറുകുമ്പോൾ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘങ്ങളെല്ലാം. കോടതി കൂടി അദ്ദേഹത്തിന് എതിരാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവിക നീതിക്കായി കേരളം കാത്തിരിക്കുന്നു. ആ നീതിയുടെ മുമ്പിൽ അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കും എന്നുറപ്പാണ്.